കഴിഞ്ഞ 51 വർഷത്തെ ശുശ്രൂഷയുടെ തിരിഞ്ഞു നോട്ടം എന്നുള്ളതാണ് എൻ്റെ പേര്. ആദ്യം അത് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അത് നിശ്ചയമായിട്ടും അത് പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. വെള്ളടയ്ക്കടുത്ത് വലിയ ഒരു 5 മരവും അതിനനുബന്ധിച്ച് ഒരു കാവും ക്ഷേത്രവും ഉണ്ടായിരുന്നു. അവിടുത്തെ പൂജാരിയായിരുന്നു എൻ്റെ മുത്തച്ഛൻ, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ, ശുക്രന്റെ നാമത്തിന്റെ പേര്. ദൈവം അക്കാലത്ത് അറിയപ്പെടുന്ന ഒരു കളരി ആശാൻ, മാന്ത്രികനും വൈദ്യനും ആയിരുന്നു. ഒരു ദിവസം ഒരു ചെറുപ്പക്കാർ ആ ഗ്രാമത്തിൽ വന്ന് പിതാവിനോട്, അങ്ങേ സ്നേഹിക്കുന്ന സ്നേഹവനായൊരു ദൈവം ഉണ്ട്, ആ ദൈവത്തിന് അങ്ങയെ കുറിച്ച് വ്യക്തമായൊരു പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ആ പിതാവ് ആക്രോശിച്ചുകൊണ്ട് തൻ്റെ കാൽ കൊണ്ട് പ്രതികരിച്ചു. പെട്ടെന്ന് ആ സോദരൻ തൻ്റെ രോമകൂപത്തിലൂടെ ബ്ലഡ് വമിച്ച് ശരീരം മുഴുവൻ രക്തത്തിൽ കുളിച്ച അവസ്ഥയിൽ കിടന്ന് പിടഞ്ഞപ്പോൾ ആ പിതാവ് വീണ്ടും ശരീരത്ത് തട്ടി. അപ്പോൾ തന്നെ രക്തം നിന്ന് ആ പ്രിയപ്പെട്ടവൻ ചാടി എണീറ്റു. പിതാവിനോട് പിന്നെ പറഞ്ഞു, സാരമില്ല അപ്പച്ച, ഞാൻ ചത്തുപോകും, പ്രശ്നമില്ല, എങ്കിലും അങ്ങയെ സ്നേഹിക്കുന്ന സ്നേഹവനായ ഒരു ദൈവമുണ്ട്, ആ ദൈവം അങ്ങയെ സ്നേഹിക്കുന്നു, ആ ദൈവത്തിന് അങ്ങയെക്കുറിച്ച് വ്യക്തമായൊരു പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഇത്ര ഉപദ്രവിച്ചിട്ടും സ്നേഹിക്കുന്ന സ്നേഹവനായ ഒരു ദൈവം എന്ന് പറയുന്ന ചെയ്തോ ജ്ഞാനം അതെന്ത് അത്ഭുതപ്പെടുത്തി. തന്നെ ആ ചിന്ത തന്നെ വ്യാപനാക്കി. അമ്പലത്തിലേക്ക് തിരിച്ച് പോയെങ്കിലും സ്വസ്ഥതയില്ലാതെ വ്യാകുലചിത്തനായി ദേവദാസന്മാരെ തൊഴിച്ച കാലിൻ്റെ തുടയുടെ ഭാഗത്ത് പെട്ടെന്നൊരു വേദന ഉണ്ടായി. അവിടെ ഒരു വ്രണമുണ്ടായി. ആ വേദന സഹിക്കുക മാന്ത്രികം ഉപയോഗിച്ചു, ചികിത്സ ഉപയോഗിച്ചുവെങ്കിലും ഫലം കാണാതെ തമിഴ്നാട്ടിൽ വെല്ലൂർ എന്ന ആശുപത്രിയിലേക്ക് കടന്നുപോയി. ഡോക്ടർ വിദഗ്ധമായി ചികിത്സിച്ച് പരിശോധിച്ചപ്പോൾ അത് കൃമിച്ചു. അസ്ഥിക്കകത്ത് കൃമി പ്രവേശിച്ചതിനാൽ, അത് മുകളിലോട്ട് ബാധിക്കുന്നതിനാൽ പെട്ടെന്ന് കാൽ മുറിച്ച് മാറ്റണം എന്ന് നിർദ്ദേശിച്ചു. സർജറി നിശ്ചയിച്ച ദിവസത്തിന്റെ തലേന്നാണ് ആ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച് അമ്പലത്തിലേക്ക് വന്ന് 7 ദിവസത്തെ തപസ് അമ്പലത്തിന്റെ അകത്ത് തന്നെ ആരംഭിച്ചു. 7 ദിവസത്തിനകത്ത് യഥാർത്ഥ ദൈവം ആരായാലും തനിക്ക് വെളിപ്പെടുത്തണം. തൻ്റെ ഈ വ്രണം പൂർണ്ണമായി മാറ്റുകയും വേണം. 7 ദിവസത്തിനകത്ത് വ്യത്യാസം ഉണ്ടായില്ലെങ്കിൽ മരിക്കും. ഇതാണ് തീരുമാനം. ദിവസങ്ങൾ കഴിഞ്ഞു. നാട് മുഴുവൻ ദുഃഖത്തിലാണ്ട ഒരു സന്ദർഭം. ദിവസം 1, 2, 3 അടുത്ത 6 6ന്റെ അന്ന് അർദ്ധരാത്രി തൻ്റെ റൂമിൽ ഒരു പ്രത്യേക പ്രകാശം വരുന്നു. തുള്ളി തുള്ളിയായി രക്തം ഈറ്റിച്ച് വീഴുന്നു. ആണിയടിക്കപ്പെട്ട പാദങ്ങൾ ഇറങ്ങി വരുന്നു. ക്രൂശിക്കപ്പെട്ട യേശു തൻ്റെ മുമ്പിൽ നിൽക്കുന്നു. മകനെ, ഞാൻ നിനക്ക് വേണ്ടിയാണ് മരക്രൂശിൽ പിടഞ്ഞു മരിച്ചത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എനിക്ക് നിന്നെക്കുറിച്ച് കൃത്യമായ വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ട് എന്ന് പറയുന്ന ആ ശബ്ദം, അത് കേവലം സ്വപ്നമായിരുന്നില്ല. കാലിൽ നിന്ന് ഒരു പെട്ടെന്ന് ചൊറിച്ചിലുണ്ടായി. ഒരു ആണി ഇളകി പോകുന്ന പോലെ തോന്നി. കണ്ണുറന്നു. വലിയ കാലിലെ വ്രണം മുഴുവനും കരിഞ്ചിക്കുന്നു. വലിയ ഒരു കിഴുത്ത മാത്രം. അദ്ദേഹം ആ രാത്രി ഉറക്കം നിലവിളിച്ചു, യേശുവേ യേശുവേ എന്ന് വിളിച്ച് അതിവാഞ്ചിയോടെ യേശു രക്ഷകനെ കർത്താവിന് രക്ഷമായി സ്വീകരിപ്പാൻ കർത്താവ് തൻ്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. തൻ്റെ ദേഹങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു. ആ വലിയ 5 മരവും കാവും
വെട്ടിമാറ്റി. അത് സ്വന്തം സ്ഥലമായിരുന്നു. അതിൽ നിന്ന് ആ സ്ഥലത്തിന് അഞ്ചുമരം കാല എന്ന് പേരായി. ആ സ്ഥലത്ത് ഒരു സഭ സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ആ സഭയിലെ ആദ്യത്തെ ഉപദേശിയായി. പേര് സ്റ്റീവൻ ഉപദേശി. അത് ആദ്യ സെക്രട്ടറി എൻ്റെ പിതാവിൻ്റെ ആ ഗ്രാൻഡ് ഫാദറിൻ്റെ ഇളയ മകൻ ആശീർവാദം എന്ന എൻ്റെ പിതാവാണ്, എൻ്റെ ഫാദർ. ഈ പിതാവ് എന്നെ പെട്ടെന്ന് ശുക്രൻ എന്ന പേര് മാറ്റി സുവിശേഷ മുത്തു എന്ന പേര് സ്വീകരിച്ചു. അങ്ങനെ ആ ഹൈന്ദവ ഗ്രാമം ഒരു ക്രൈസ്തവ ഗ്രാമമായി. ആ ചർച്ചാണ് വെള്ളട CSI ചർച്ച്. ഇപ്പോൾ അത് അറിയപ്പെടുന്ന 39 ഡിസ്ട്രിക്ട് ചർച്ചാണ്. അല്ലെങ്കിൽ 49 ചർച്ചുണ്ട്. സഭയും സ്കൂളും ഇരിക്കുന്ന സ്ഥല വസ്തു ഡൈവസിന്റെ പേരിൽ ആ ഗ്രാൻഡ് ഫാദർ എഴുതി കൊടുത്തു. സ്തോത്രം. അങ്ങനെ എൻ്റെ കുടുംബം ഒരു തീവ്ര ഹൈന്ദവ കുടുംബമായിരുന്ന കുടുംബം യേശുവിനെ സ്വീകരിപ്പാൻ ഇടയായി. പ്രൈസലോ. മുകളിൽ പറഞ്ഞ മൊത്തത്തെ ആ ഗ്രാൻഡ് ഫാദറിന്റെ 10ാമത്തെ മകനായ എൻ്റെ പിതാവിൻ്റെ 4ാമത്തേതും അവസാനമായ വ്യക്തിയാണ് ഞാൻ, പാസ്റ്റർ ദൈവദാനം. ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇത് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവമാണ്. വലിയ തലമുറ അതിൻ്റെ ഏറ്റവും ഇളയ കണ്ണിയാണ് ഞാൻ. ഒത്തിരി കാലങ്ങൾ കാലം മുമ്പിലുണ്ട്. സ്വന്തം ഈ ധ്യാനത്തിന്റെ 10 മക്കളിൽ 10ാമത്താണ് എൻ്റെ ഫാദർ. അതിൻ്റെ 10ാമത്തേലും ഏറ്റവും മോൻ ഞാൻ. ഇന്ന് ഈ തലമുറയിൽ ഞാൻ മാത്രമേ ഇന്ന് ബാക്കി ശേഷിക്കുന്നുള്ളൂ. ആ തലമുറയിൽ പിന്നെ അടുത്ത തലമുറ വന്നിട്ടുണ്ട്. സ്തോത്രം. 1955 മെയ് 15-ാം തീയതി ആണ് എൻ്റെ ജനനം. ജനിച്ചപ്പോൾ തന്നെ മുടന്തനായി ജനിച്ചു. മുടന്ത് മാറ്റാൻ, അതായത് എൻ്റെ കാല് വളഞ്ഞ് അല്ലാത്ത ഈ പാദം മുകളിലായിരുന്നു. ആ അവസ്ഥയിലാണ് എൻ്റെ ജനനം. എങ്കിലും മുടന്ത് മാറ്റാൻ ധാരാളം വൈദ്യ ചികിത്സയും മാന്ത്രികവും ഒക്കെ അവർ ഉപയോഗിച്ചു ചെയ്തു. എങ്കിലും മരുന്നിൻ്റെ റിയാക്ഷൻ നിമിത്തം ശരീരം മൊത്തം കലത്തിലുണ്ട്. വളർച്ച മുരടിച്ച് വല്ലാത്ത അവസ്ഥയിൽ ആയതിനാൽ എന്നെയും തമിഴ്നാട്ടിലുള്ള വെല്ലൂർ ഹോസ്പിറ്റലിൽ പോയേണ്ടി വന്നു. വിദഗ്ധ ഡോക്ടർമാരാൽ ചികിത്സപ്പെട്ടു. എങ്കിലും കുഞ്ഞ് ജീവിക്കത്തില്ല എന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ തിരിച്ച് വിട്ട ഒരവസ്ഥയുണ്ടായി. എങ്ങനെയെങ്കിലും ജീവൻ നിലനിർത്താൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോൾ മാതാവിൻ്റെ അപേക്ഷ പ്രകാരം പെന്തക്കോസ്ത് പാസ്റ്റേഴ്സിനെ വരുത്തി പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ മദറിന് എൻ്റെ പിതാവ് പെർമിഷൻ കൊടുത്തു. അങ്ങനെ വെള്ളടയ്ക്ക് അടുത്ത് ഒരു മില്ലിൽ വെച്ച് സിയോൺ സംഘം ചർച്ചിന്റെ പ്രവർത്തനത്തിനായി കടന്നു വന്ന് ഒരു വ്യക്തി പോലും കൂടുവാനില്ലാത്ത നിലയിൽ വളരെ പരിഹാസവും നിന്നയും സഹിച്ച് ത്യാഗോജ്വലമായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ സത്യദാസ്, പാസ്റ്റർ എൻ സ്റ്റീവൻ പാലപ്പൂര്, പാസ്റ്റർ മുട്ടക്കാട് സ്റ്റീവൻ എന്ന 3 വ്യക്തികളെ, കർത്തദാസന്മാരെ എൻ്റെ മദർ നിമിത്തം 11 ദിവസം എന്നെ കരങ്ങളിലെടുത്ത് വെള്ളം പോലും കുടിക്കാതെ അവര് ഉപസിച്ച് എണ്ണ പൂശി പ്രാർത്ഥിക്കുകയും അതിന്റെ ഫലമായി അത്ഭുതമായി പിറവിയിലെ മുടന്ത് സൗഖ്യമാകുകയും ചെയ്തു. ഹല്ലേലൂയ. മരുന്നിന്റെ റിയാക്ഷൻ കൊണ്ടായ എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായി പരിഹരിക്കപ്പെടുകയും സൗഖ്യമാകുകയും ദൈവപ്രവൃത്തി അവിടെ ആരംഭിക്കുകയും ചെയ്തു. ആദ്യമായി ഇവിടെ ഒരു പെന്തക്കോസ്ത് പ്രവർത്തനം ആരംഭിച്ചു. അന്നേരം തന്നെ എൻ്റെ മദറിന്റെ അനുജത്തി പാസ്റ്റർ ടി ക്രിസ്താസ് ശാരോണിലെ റീജിയൻ പാസ്റ്ററാണ്. അദ്ദേഹങ്ങളുടെ അമ്മ ജനിവാത ജ്വരം എന്ന ജ്വരം പിടിച്ച് അതികഠിനമായി ഇരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ഗ്രാൻഡ് മദർ, അതായത്
മദറിൻ്റെ അമ്മയുടെ അമ്മ, മദറിൻ്റെ മദർ, അമ്മച്ചി അവിടെ അനുജത്തെയും കൂട്ടി വരികയും ഈ വിലപ്പെട്ട ദൈവദാസന്മാർ പ്രാർത്ഥിക്കുകയും ദൈവം പൂർണ്ണമായി വിടുവിക്കുകയും ചെയ്യും. അവരും രക്ഷിക്കപ്പെട്ട് ഈ പ്രിയപ്പെട്ട രണ്ടുപേരും എൻ്റെ മാതാവും ചേർന്ന് ആനാവൂർ എന്ന ദേശത്ത് ഒരു സഭ ആരംഭിക്കുകയും ആ ചർച്ച് നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചായി തീരുകയും ആ ചർച്ച് മുഖാന്തരം നിരവധി സഭകൾ, AG സഭ, IPC, പലോളം സഭകൾ തുടങ്ങിയ നല്ല സഭകൾ ഉണ്ടാവുകയും ചെയ്തു. ഇവിടെ അഞ്ചുമനം കാലയിൽ അല്പം സ്ഥലം ഫാദർ സഭയ്ക്ക് നൽകി എനിക്ക് പ്രാർത്ഥിച്ച ദൈവദാസന്മാർ തന്നെ പ്രവർത്തനം ആരംഭിക്കുകയും ആരംഭ വിശ്വാസികൾ ആയി എൻ്റെ മാതാവ് പാസ്റ്റർ M. പൗലൂസ് രാമേശ്വരം, അവരുടെ മാതാവ്, പപ്പയുടെ ഒരു സഹോദരി, ഇവരൊക്കെ ആരംഭ വിശ്വാസികളായി മാറുകയും ശക്തമായ ഉണർവ് ദേശത്ത് വ്യാപരിക്കുകയും ചെയ്യുകയുണ്ടായി. ആ മാതാക്കളുടെ മക്കൾ എല്ലാവരും അറിയപ്പെടുന്ന ദൈവദാസന്മാരായി മാറുകയും അന്നത്തെ എല്ലാ വിശ്വാസികളും സുവിശേഷ പ്രവർത്തകരായി എനിക്ക് പ്രാർത്ഥിച്ച ദേവദാസന്മാർ സിയോൺ സംഘം ഇന്റർനാഷണൽ, സിയോൺ അസംബ്ലി എന്നീ സംഘടനകളുടെ ലീഡേഴ്സായി മാറുകയും ചെയ്യുന്നു. പാസ്റ്റർ M. പൗലോസ് അവരുടെ മാത്രം 1350 ചർച്ചുകൾ ഉണ്ടായി. ഇന്ന് ഏകദേശം 3000-അധികം ചർച്ച് അങ്ങനെ ഉണ്ടാകാൻ ഇടയായിട്ടുണ്ട്. കേവലം ഒരു മുടന്നുകൊണ്ട് ഇത്രയും വലിയ ദൈവപ്രവൃത്തി ഉണ്ടായെങ്കിൽ നമുക്ക് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിന് വേണ്ടിയാണ്. ഇന്ന് അന്ന് രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികളും മിഷണറിമാരായി. അങ്ങനെ ധാരാളം സഭകൾ ഉണ്ടായി. 1972 അന്ന് ഞാനും യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാനും ഞാനും അതേ പാസ്റ്റർ ദീപദാനും പാസ്റ്റർ ക്രിസ്തുദാസ് ജ്യേഷ്ഠൻ രണ്ടുപേരുമായി ഷാരോൺ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ദൈവവചനം പഠിക്കുവാനും കടന്നു പോകാൻ ഭാഗ്യം അവിടെ വെച്ച് കൂടുതലായി ദൈവത്തെ അറിയുവാനും സ്നാനപ്പെടുവാനും സ്നാനം പ്രാപിക്കുവാനും ഒക്കെ ഇടയായി. പഠനാനന്തരം 1976 മുതൽ 80 വരെ ഷാരോൺ ചർച്ചിന്റെ ഇതര സഭകളിൽ സൂക്ഷിക്കുവാനും 1980-84 വരെ വയനാടും വളരെ വ്യത്യസ്ത മേഖലയിൽ ത്യാഗോചിതമായി പ്രവർത്തിപ്പാൻ കർത്താവ് ആദിവാസികൾ മേഖലയിൽ ഉൾവനങ്ങളിലും വലിയ അപകട മേഖലയിലുമൊക്കെ യേശുവിന്റെ പ്രവർത്തിപ്പാൻ കർത്താവ് ഭാഗ്യം തന്നിട്ടുണ്ട്. ഒരു ചെറിയ അനുഭവം, കുപ്പാടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിനടുത്ത് വെച്ച് പ്രവർത്തനം കഴിഞ്ഞ് കടന്നു വരുമ്പോൾ 3 ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തി. എൻ്റെ സൈക്കിൾ അവർ കൈവശമാക്കി. എന്തുകൊണ്ട് യേശു മാത്രം ദൈവം എന്ന് പറഞ്ഞു, പഠിപ്പിച്ചു, പ്രസംഗിച്ചു എന്ന് ആക്രോശിച്ച് നിന്ദ്യമായ വിധത്തിൽ പെരുമാറി. എൻ്റെ സൈക്കിൾ അവർ പിടിച്ചെടുത്തു. എന്നാൽ അവിടെ അത്ഭുതകരമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. എൻ്റെ സൈക്കിൾ പിടിച്ചു വാങ്ങിയ ഒരാൾ തന്നെ രാവിലെ പിറ്റേ ദിവസം എൻ്റെ റൂമിൽ വന്ന് സുവിശേഷത്താൽ അന്ന് അവിടെ രക്ഷിക്കപ്പെട്ടു. ആ പ്രിയപ്പെട്ടവൻ രക്ഷിക്കപ്പെട്ട് പിറ്റേ ദിവസം പാസ്റ്റർ ടൈറ്റസ് വർഗീസ് അവളുടെ കൈക്കീഴിൽ മീനങ്കാലിൽ തന്നെ അന്ന് രക്ഷിക്കപ്പെടുന്നതിനെ അടുത്ത മീറ്റിംഗ് ക്ലാസ് കൊടുത്തു. 4 Riders എന്നൊരു ബുക്ക്, കോളേജ് ഷെയർ ചെയ്യുന്ന ബുക്ക് ഷെയർ ചെയ്തു. ആ പള്ളിയോട് വെച്ച് യേശുവിനെ സ്വീകരിച്ചു, രക്ഷിക്കപ്പെട്ടു, സ്നാനത്തിനായി തീരുമാനിച്ചു. അങ്ങനെ മീനങ്കാടിയിൽ IPC അവിടെ ചർച്ചിൽ പാസ്റ്റർ ടൈറ്റസ് വർഗീസ് അവരുടെ കീഴിൽ, അദ്ദേഹം ബാംഗ്ലൂർ ആർക്കിയോളജിസ്റ്റായിരുന്നു, അവിടെ അതിൽ സ്നാനപ്പെട്ട് എന്നോടൊപ്പം കുറച്ച് നാൾ പാർത്തിട്ട് ഇന്ന് പിന്നീട് ക്യാമ്പസ് ക്രൂസൈഡ് ഫോർ ക്രൈസ്റ്റ് എന്ന സംഘടനയിലെ പ്രവർത്തകനായി ബത്തേരി സെന്റ് മേരീസ് കോളേജിൽ എനിക്ക് പ്രവർത്തിപ്പാൻ ഒരു അവസരം തരികയും ഒരുക്കി. ആ കോളേജ് സ്റ്റുഡൻസ്, അനേകം കോളേജ് സ്റ്റുഡൻസ് രക്ഷപ്പെടുകയും 12 കുഞ്ഞുങ്ങൾ കോളേജ് സ്നാനപ്പെടുവാനും അതിൽ 6 കുഞ്ഞുങ്ങൾ കോളേജിനടുത്ത് തന്നെ സ്നാനപ്പെടണമെന്ന് ആഗ്രഹിച്ച്
കാണപ്പെടുവാനും വലിയ ദൈവപ്പെട്ട് വെളിപ്പെടുവാനും കർത്താവ് ഇടയാക്കി. അവിടെയുള്ള ഒത്തിരി കുട്ടികളെ ബൈബിൾ സ്കൂളിലേക്ക് അയക്കുവാൻ ആദിവാസി മേഖലയിൽ 360 കുട്ടികളെ അവരുടെ അഡൽട്ട് എഡ്യൂക്കേഷൻ നടത്തുവാനൊക്കെ കർത്താവ് ഇടയാക്കി. കുളിക്കില്ല, പല്ല് തേക്കില്ല, ഇത്തരത്തിൽ യാതൊരു ലക്ഷ്യമില്ലാതെ അനേകം കുട്ടികളെ, അതായത് പണികൾക്കുമ്പോൾ കൃത്യമായ നായ്ക്കൾ, കടനായ്ക്കൾ, അടിയാറെന്ന് തുടങ്ങിയ ആൾക്കാർ, ജാതിക്കാരും കനത്തിന്റെ ഉൾവനങ്ങൾ താമസിക്കുന്ന പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ഞാൻ ഈ ക്ലാസ് നടത്തിയത്. ഇത്തരത്തിൽ യാതൊരു ലക്ഷ്യവുമില്ലാതെ അനേകം കുട്ടികളെ ഒരു ബോധവൽക്കരണം നൽകി സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നില്ല. അല്പമെങ്കിലും വിദ്യാഭ്യാസമുള്ള കുട്ടികളെ കാട്ടിൽ തേടിപ്പിടിച്ച് കേരള സംസ്ഥാന ലോൾ കമ്പനി, അതായത് ഗവൺമെന്റ് സ്ഥാപനം, അവിടെ തന്നെ അവിടെ സംവരണ സീറ്റിലേക്ക് അവർ നയിക്കുവാനും ഇടയായിട്ടുണ്ട്. എല്ലാ ക്രൈസ്തവ വിഭാഗത്തെയും സംഘടിപ്പിച്ച് ഒരു എക്യുമെനിക് പ്രോഗ്രാം ക്രമീകരിക്കുന്നതിന് സുൽത്താൻ ബത്തേരി മാനിക്കിനി മൈതാനത്തിനും തമ്പി, പക്ഷെ ടി എം ഗുരുള എന്നോടൊപ്പം പഠിച്ച ദിവാസാണ് നീണ്ട ചർച്ച പോലെ അന്നത്തെ സെക്രട്ടറി ആയിരുന്നു. ഇന്ന് രാജൻ എന്ന അദ്ദേഹത്തിന്റെ പേര്, ഞങ്ങൾ അന്ന് ടി എം ഗുരുള എന്ന് വിളിക്കുന്നത്. ആ ടി എം ഗുരുള ഈ പ്രിയപ്പെട്ട ദൈവാസന്മാരെ വരുത്തി വൻപിച്ച കൂസ് നടത്തുമായിരുന്നു. അങ്ങനെ വല്ലാത്ത ഒരു പ്രതികൂല ഘട്ടത്തിൽ സുവിശേഷ വെളിച്ചം ആൾക്ക് എത്തിക്കാനൊക്കെ ദൈവം വിലപ്പെട്ട അവസരം നൽകി. എന്നെ വളരെ സഹായിച്ച ജെറി സഹരിയ, ബത്തേരി ബത്തേലാശ്രമം, അവിടെയുള്ള ഒരു ന്യൂനപക്ഷ സഭകൾ വിശ്വാസികളൊക്കെ എനിക്ക് വേണ്ട കൈത്താങ്ങുന്നുണ്ട്. 84 തിരിച്ചു വന്നതിന് ശേഷം തമിഴ്നാട്ടിൽ പേച്ചിപ്പാറ ഡാമിന്റെ മറുകരയിലുള്ള പച്ചമല, കളപ്പറ, മുടവമ്പറ്റ, എട്ടാംകുന്ന്, മലവത്തങ്കര, പ്ലാമല തുടങ്ങിയ മേഖലകൾ ആദിവാസി മേഖലയിൽ ജീവനെ പണയം വെച്ച് പ്രവർത്തിപ്പാനും കർത്താവ് ഭാഗ്യം തന്നു. കേരളത്തിലും അമ്പൂരിക്കടുത്തുള്ള നെയ്യാ ഡാമിന്റെ തേക്കലിന്റെ മറുവശത്തുള്ള അയ്യോലാം, കാരിക്കുടി, പുലിമല ഇവയൊക്കെ പ്രവർത്തിപ്പാൻ കർത്താവ് ഭാഗ്യം തന്നു. കുമ്പിച്ചൽ കടവിൽ പുലിമലയ്ക്ക് പോകുന്ന നടപ്പാതയിൽ അവർ പോകുമ്പോൾ 2 വശത്തും കാടാകയാണ്. ഒരു മുതല വെള്ളത്തിൽ നിന്ന് കയറി ഇടുക്ക് വഴിയിൽ വായു തുറന്ന് വെച്ച് ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഞാൻ കാൽ വയ്ക്കാൻ തുടങ്ങിയപ്പോൾ മുതലയുടെ വായിൽ ആയിരുന്നു. ഞാൻ കാൽ പെട്ടെന്ന് വലിച്ചെടുത്ത് ഓടി രക്ഷപ്പെട്ടു. അതിൻ്റെ പിറ്റുന്ന ദിവസമാണ് തങ്കമ്മ എന്നൊരു സ്ത്രീയെ മുതല കടിച്ച് കൊണ്ടുപോയ വിവരം പത്രത്തിൽ നാം കണ്ടത്. അത്ഭുതമായി എന്നെ ദൈവം വിടിവിച്ചു. വിസ്താരഭയത്താൽ വേഗം മുമ്പോട്ട് പോട്ടെ. ദൈവം അനുഭവിച്ചാൽ എൻ്റെ ജീവിതാനുഭവം ഇതേക്കുറിച്ച് പുസ്തകം എഴുതുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വിവാഹനായി, ഭാര്യയും 4 മക്കളുമുണ്ട്. പല പ്രതിസന്ധി നിറഞ്ഞ കുടുംബജീവിതം ആയിരുന്നുവെങ്കിലും ദൈവം നടത്തി. ഞാൻ കർത്താവിൻ്റെ വേലയിൽ 51 പൂർത്തിയാക്കുവാൻ ദൈവം ഇടയാക്കി. അനവധി പ്രതിസന്ധി നിറഞ്ഞ ജീവിതമായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് പ്രത്യേകം ഒരു അസുഖം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 15 വർഷത്തോളം ആയി. അല്പം പോലും അത് ആ ബുദ്ധിമുട്ടൽപ്പമില്ലാതെ കർത്താവ് പൂർണ്ണമായി വിടുവിച്ചു. ഇതിനിടയിൽ പല കോളേജുകളിൽ പ്രയർ ഗ്രൂപ്പുകൾ നടത്തുവാൻ, തമിഴ്നാട് വിവിധ ഗ്രാമങ്ങൾ പ്രവർത്തനം നടത്തുവാൻ, ആദിവാസി ഗ്രാമങ്ങളിലെ പ്രവർത്തനം, സഭാപ്രവർത്തനം എന്നീ വിവിധ മേഖലകളിൽ കഴിഞ്ഞ 52 വർഷമായി പ്രവർത്തിപ്പാൻ കർത്താവ് ഭാഗ്യം തന്നു. തമിഴ്നാട്ടിൽ സൂര്യകോട് എന്ന്, അതായത് പാറശാല, സൂര്യകോട് എന്ന സ്ഥലത്ത് അവിടുത്തെ പാറശാല ഗേൾസ് ഹൈസ്കൂളിലെ മാസ്റ്ററായിരുന്ന വിക്ടർ സർ അതിൻ്റെ വീട്ടിനടുത്ത് ഒരു സൺഡേ സ്കൂൾ ആരംഭിക്കുകയും അത് ചർച്ചായി വളരുകയും ഇന്ന് അറിയപ്പെടുന്ന ഒരു ചർച്ചായി തീരുകയും ചെയ്യുകയുണ്ടായി. ആ ഗ്രാമത്തിനടുത്ത് വിശദമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി ഒരു വീട്ടിൽ, താന്നിക്കുടി എന്ന സ്ഥലത്ത് ഹിന്ദു ഗ്രാമമാണ്, പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് മീറ്റിംഗ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് മീറ്റിംഗ് ആരംഭിച്ചു. പ്രസംഗിക്കുമ്പോൾ തന്നെ 15ഓളം വളരെ ചെറുപ്പക്കാർ അയ്യപ്പോ സ്വാമിയെ ശരണം എന്ന എണ്ണംവിളിയോടെ പ്രതിഷേധിച്ച് ഡ്രം, മറ്റ് ബോക്സ്, ചെറിയ ഉപകരണങ്ങൾ ഇതെല്ലാം തട്ടിയെടുത്തു. എന്നെ നെഞ്ചിൽ കുത്തുവാനായി മടക്ക് കത്തി നിവർത്തി
മുമ്പിൽ ചാടിയെങ്കിൽ ഉടൻ തന്നെ പി എം സാറിൻ്റെ നെഞ്ചിൽ കുത്തിക്കോ, എൻ്റെ നെഞ്ചിൽ കുത്തിക്കോ, ആദിവാസിനെ തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കത്തി മുമ്പിൽ നിന്ന ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. പക്ഷേ പിറ്റേ ദിവസം തന്നെ 3 മരണം തന്നെ ദാരുണമായി എതിർത്തോടെ ഇടയിലുണ്ടായി, അവിടെ തന്നെ ഉണ്ടായി. അതിലൊരാൾ പോലീസുകാരൻ രാവിലെ ഡ്യൂട്ടിക്ക് പോയി ഉച്ചയ്ക്ക് തന്നെ ബോഡിയാണ് വരുവണ്ടി, അങ്ങനെ വരുവണ്ടി അങ്ങനെ 2 ദിവസത്തിനകത്ത് 3 ചെറുപ്പക്കാർ അകാലത്തിൽ അന്ന് മരിച്ച സംഭവം തന്നെ അവിടെ ഉണ്ടായി. 1987 വെള്ളറയ്ക്കടുത്ത് വെള്ളടയിൽ സഭകളുടെ ഏകീകരണത്തിനായി ഒരു പ്രത്യേക കാഴ്ചപ്പാട് ദൈവം തരികയും ഞാൻ പാസ്റ്റർ ജിസ്റ്റൻ ആൽവിൻ എന്ന വിലപ്പെട്ട ദൈവദാസനുമായി ഈ വിഷയം പങ്കുവയ്ക്കുകയും അന്ന് വെള്ളടയിലെ എല്ലാ മുതിർന്ന ദൈവദാസന്മാരുമായി ഒരുമിച്ച് ആലോചിച്ച് ഒരു പാർഷിക പ്രയർ ഫെലോഷിപ്പ് ആരംഭിക്കുകയും അത് പാസ്റ്റർ ജിസ്റ്റൻ ആൽവിൻ്റെ നേതൃത്വത്തിൽ 16 കൺവെൻഷൻ കൺവെൻഷൻ എല്ലാ പരമാവധി വിവാസന്മാരെ പങ്കെടുപ്പിച്ചു നടത്തുകയും 16ാമത്തെ കൺവെൻഷൻ 2000 പാസ്റ്റർ കെ സി ജോൺ സാർ, ബദിനി അക്കാഡമി വൈസ് ചെയർമാൻ മാത്യു പി ചാക്കോ തുടങ്ങിയ വിലപ്പെട്ട ദിവാസമ്മയുടെ മീറ്റിംഗ് ആയി തന്നെ 2500 പരം ആൾക്കാർ അല്ലേ 27 പരം ആൾക്കാർ ഉൾക്കൊള്ളിച്ച് അവരുടെ ആലപ്പാറ KSRTC ഡിപ്പോ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നടത്തുവാൻ കർത്തവ്യമാക്കി. ഈ മീറ്റിംഗിൽ വെച്ച് പാസ്റ്റർ കെ സി ജോൺ പൗരുഷൻ എന്നെ കുറിച്ച് പ്രഖ്യാപിക്കുകയും ഏവരും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുകയുണ്ടായി. അന്ന് പാസ്റ്റർ കെ സി ജോൺ സാർ പ്രഖ്യാപിച്ച പൗരുഷൻ ചില വർഷങ്ങൾ കഴിഞ്ഞ് അത് യാഥാർത്ഥ്യമായി ഇന്ന് ലോകത്തിന് നെറുകയിൽ ശോഭിക്കുന്നു. അന്ന് കൺവെൻഷൻ്റെ ലാസ്റ്റ് ദിവസം ബന്ധുസ് ഐക്യ സഭായോഗത്തിൽ 730 പാസ്റ്റേഴ്സ് പങ്കെടുത്തിരുന്നു. 15,000-ൽ പരം ദൈവമക്കൾ ഉൾക്കൊണ്ട തൂളതരകളായി ഉള്ള പണത്തിലൂടെ എന്താണ് നിറഞ്ഞ് ഒഴുകിയ ആ റാലി അക്ഷരാർത്ഥത്തിൽ നേരത്തെ കോൾമേൽ പൊളിച്ചു. എന്നാൽ ആ മീറ്റിങ്ങിന് ശേഷം 20 വർഷത്തോളം എന്നെ മാപ്പ് കഴിഞ്ഞപ്പോൾ ശേഷം മാപ്പ് നിന്നുപോയി. അപ്പൊ ആ മീറ്റിംഗ് ശേഷം നിന്നുപോയി. എന്നാൽ ആ കാരണം മുമ്പിൽ നിന്ന് ദൈവദാസന്മാർ പലത് സമ്മർദ്ദത്താൽ പിന്മാറി. എങ്കിലും 20 വർഷത്തിന് ശേഷം എനിക്ക് 2 ആക്സിഡന്റും ഒരു സ്ട്രോക്കും ഉണ്ടായി. അത്യാവശ്യം ICUവിൽ ആയിരിക്കുമ്പോൾ ദൈവാത്മാവ് സംസാരിച്ചു. പീറ്റർ അവരോട് പറയാനായിട്ട് ദൈവാത്മാവ് സംസാരിച്ചു. അങ്ങനെ എനിക്ക് അല്പം സുഖമായി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ ദൈവിക ഗൈഡൻസ് ഉണ്ടായപ്പോൾ ആ വിലപ്പെട്ട ദേവദാസൻ റവറൻഡ് എൻ പീറ്റർ, അതായത് AG സദേൺ ഡിസ്ട്രിക്ട് സൂപ്രണ്ട്, അവരെ വിളിച്ച് വളരെ ആത്മദർശനമുള്ള ആ വിലപ്പെട്ട ദൈവദാസൻ ഇടയിൽ വരികയും JM ഓഡിറ്റോറിയത്തിൽ ക്രമീകരിച്ച മീറ്റിങ്ങിൽ വിലപ്പെട്ട അധിവാസൻ മീറ്റിംഗ് നയിക്കുകയും ചെയ്തു. ആ ദിവസം തുടർന്ന് പാറശാലയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചയായ തൻ്റെ ചർച്ചിൽ വെച്ച് 3 മീറ്റിംഗ് ക്രമീകരിക്കുകയും ദൈവദാസന്മാരെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും അനേക ദൈവദാസന്മാർ വന്നുകൂടി ഇപ്പോൾ സിനഡ് ഓഫ് പെന്തക്കോസ്റ്റൽ ചർച്ചസുമായിട്ട് അഭിനയിച്ചത്. അതായത് 2023 ഓഗസ്റ്റ് 21 സിനഡ് ഓഫ് പെന്തക്കോസ്റ്റൽ ചർച്ചസ് അഭിനയിറ്റ് ചെയ്ത് ഇന്ത്യയിൽ 17 സ്റ്റേറ്റിൽ അത് വ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ അതിൻ്റെ ഡയറക്ടറായി പാസ്റ്റർ എൻ പീറ്റർ അവർ തന്നെ ഗവൺമെന്റ് പല ആനുകൂല്യങ്ങൾ മറ്റുള്ള സ്റ്റേറ്റുകളിൽ ലഭിക്കുമ്പോൾ കേരളത്തിലും അത് എല്ലാ ജില്ലകളിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് പീറ്റർ പാസ്റ്ററെ ഓർത്തും ഞങ്ങളെ ഓർത്തും പ്രത്യേകം പ്രാർത്ഥിക്കുക. സ്തോത്രം. അനേകം അഭിഷിക്തന്മാരുടെ ക്രൂസുകളിൽ വെച്ച് തെക്ക് നിന്ന് പൊട്ടി പുറപ്പെട്ട് വടക്കേറ്റം വരെ രാജ്യങ്ങൾ വ്യാപരിക്കും എന്ന് പ്രവചിച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ സഫലിതമാകട്ടെ. എൻ്റെ ജീവിതത്തെയും ശുശ്രൂഷയും മാറ്റിമറിച്ചിട്ടുള്ള ഷാരോൺ ഫെലോഷിപ്പ് എന്ന മകൾ പ്രസ്ഥാനവും അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന
പിടിച്ചിരുന്ന വിലപ്പെട്ട ശ്രേഷ്ഠ അപ്പോസ്തലൻ പാസ്റ്റർ തോമാച്ചായൻ എന്ന ഉന്നത ദൈവമനുഷ്യന്മാർ ഷാരോൺ എന്ന മുൽപ്രസാദത്തിൽ നിന്നുകൊണ്ട് തന്നെ ദൈവം കാഴ്ചപ്പാടിൽ പ്രവർത്തിക്കുന്നു. 2020 സ്ട്രോക്ക് വന്ന ശേഷം സഭാ ചാർജും മറ്റു ക്രമങ്ങളും ഇല്ലാതെ എങ്കിലും ദൈവം അത്ഭുതമായി നടത്തുന്നു. പാസ്റ്റേഴ്സ് ഫെലോഷിപ്പിനെ ഓർത്തു അനാരോഗ്യ അവസ്ഥയിൽ നിന്ന് പ്രവർത്തിക്കുന്ന എന്നെ ഓർത്തും സുശ്രീയെ ഓർത്തും പ്രത്യേകാൽ വിലപ്പെട്ട ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എന്ന ക്രിസ്തുവിൽ ദൈവദാനം പൊങ്കുള പുത്തൻവീട് 5 മരം കാല വെള്ളടപ്പിയോ. ഫോൺ 9020758878. ഇവിടെ ഒരു എൻ്റെ സാക്ഷ്യം ഇവിടെ പ്രസവിപ്പൻ കർത്താവിടെ ഇത് എഴുതി ഞാനത് പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യുന്നുണ്ട്. എൻ്റെയും സൂക്ഷിച്ചും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. സ്തോത്രം. ഇന്ന് രാവിലെ നമ്മുടെ പ്രാർത്ഥന സ്തോത്രം സാക്ഷ്യമാണേലും ഇത് എല്ലാം പ്രേരണമായി തീരുമാറാകട്ടെ. ശക്തമായി നമുക്ക് വലിയ രത്നമായി, വലിയ കല്ലായി, വലിയ ആ ദൈവത്തിൻ്റെ വിശ്വാസം മുറുകെ പിടിച്ച് വലിയ വിശ്വാസം പരിശോധനയിൽ തോറ്റുപോകാതെ നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ കാലത്തിന് മുന്നേറാം. ഒരു പ്രാർത്ഥന വിഷയങ്ങളുണ്ട്. ഓർക്കുക, ഞാൻ താമസിക്കുന്ന സ്ഥലം ഇപ്പം അല്പം ഉള്ളിലാണ്. 1 കിലോമീറ്റർ 100 മീറ്ററോളം നടന്ന് വാക്കിൽ നടന്ന് റോഡിൽ പോയി ആട്ടോ വിളിച്ചാണ് യാത്ര ചെയ്യുന്നത്. എനിക്ക് വാഹനം അത്യാവശ്യമാണ്. പ്രാർത്ഥിക്കുക, എൻ്റെ സുഷിയോട് പ്രാർത്ഥിക്കുക. ഈ സാക്ഷ്യം എല്ലാവർക്കും പ്രേമമായി തീരുമാനാകട്ടെ. ഇന്ന് പോൽക്കാലം വന്ന എല്ലാവരെയും ദൈവം ആത്മാർത്ഥമായി ദൈവം നമുക്ക് പ്രാർത്ഥനയുമായി ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം പ്രവർത്തിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ, നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നടത്തുന്നു. എനിക്ക് അവസാനം നടത്തുന്ന ദാസൻ ബെൻസൻ പാസ്റ്റർ നന്ദി അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ബെൻസൻ പാസ്റ്റർക്ക് മൈക്ക് കൈമാറും.